കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പ്രശ്നം അതൊന്നുമില്ല. രാവിലെ തന്നെ മുമ്പിൽ വിളിച്ചിട്ട് അവളുടെ പരാതി പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഏതൂരത്തും കയറി എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇന്ന് അവനെ തയ്ക്കാൻ പോകണം. ആരത്തേക്ക് എന്താടോ ചുമ്മാ എന്തോ എന്ന് പറഞ്ഞെന്ന് കരുതി തന്നെ അവനെ തച്ചു കൊല്ലുമെന്ന് തോന്നുന്നല്ലോ. എൻ്റെ പൊന്ന സാറേ, നിങ്ങൾക്ക് അവിടെ അമേരിക്കയിൽ ഒന്നും വലിയ കാര്യമായിരിക്കില്ല. പക്ഷേ എനിക്ക് ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. ഏതോടത്തും പോലും എൻ്റെ പോയോട് ഓരോന്ന് പറഞ്ഞു കേട്ടാൽ എനിക്ക് കൊള്ളു തന്നെ ചെയ്യും. എന്താ കാര്യം എന്ന് പറ. എൻ്റെ പൊന്ന സാറേ, TK ഗ്രൂപ്പ്സും വിൻസെൻ്റ് ഗ്രൂപ്പ്സും കൂടിയുള്ള ഈ ഡീലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ സാറിൻ്റെ കൂടെ ഇല്ലേ, അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവിടേക്ക് പോകാറില്ലായിരുന്നു. അപ്പോൾ ഒരുത്ത വന്നിട്ട് എൻ്റെ ഭാര്യയോട് അതിൻ്റെ കൂടെ ചെന്ന് കിടക്കാൻ പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? സാറാണെങ്കിൽ എന്ത് ചെയ്യും? ക്ഷമിക്കുമോ? എൻ്റെ കാർത്തിക്, ഇതാണ് അത്രയിലെ കാര്യം. ഒറ്റയ്ക്കൊരു പെണ്ണ് ജീവിക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് പേർക്ക് വന്ന് ചോദിക്കണമെന്നുണ്ടാവും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇപ്പോൾ എൻ്റെ ഭാര്യയോട് അപ്പുറത്തിന് അങ്ങനെ ഒന്ന് ചോദിച്ചെന്ന് വെച്ചാൽ ഞാനവനോട് ക്ഷമിക്കും. മരിച്ചവരോട് ക്ഷമിക്കണമെന്നാണല്ലോ. നല്ല ഡൗട്ടാ. കണ്ടോ ഞാൻ തലയാട്ടുന്നത്? ആ കൊള്ളാം. സാറാണെങ്കിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യല്ലേ, അവനെ കൊല്ലുന്നത്. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, അവനെ ഫ്രണ്ടെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ അവളുടെ ഭർത്താവെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതില്ല, അതല്ലെങ്കിലും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ചുമ്മാ ചുമ്മാ. പിന്നെടാ, ടീം വിളിച്ചായിരുന്നോ? ഇന്ന് രാവിലെ എനിക്ക് മിസ് കോൾ കണ്ടു. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ലായിരുന്നു. ടീൻ സാറോ? എന്നെ രാവിലെ തന്നെ വിളിച്ചു. ഞാൻ സാറിനെ റൂമിൽ നിന്ന് വിളിക്കാൻ കഴിയുമ്പോഴേക്ക് സാറ് പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് വൈകുന്നേരമാണ് പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത്. അത് അനൗൺസ് ആയിട്ടുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. ശരി, അപ്പോൾ TK ഗ്രൂപ്പിൻ്റെ സിഇഒയുടെ പേരാണത്. കുക്കിമോള് ഇന്നലെ പറഞ്ഞിരുന്നു TK ഗ്രൂപ്പിൻ്റെ CEO മറ്റൊരാളാണെന്ന്. ശരി, അത് നെയ്യും ഇനി എന്തായാലും ഇന്ന് പ്രസ് മീറ്റ് നടത്തുമല്ലോ. ഈവനിങ് അയാളെ നേരിട്ട് കാണണം. ഇന്ന് വൈകുന്നേരം മീറ്റിംഗോ? ഇവനെന്തോ എന്നോടൊന്നും പറയാൻ ഞാൻ രാവിലെ കോൾ എടുത്തില്ലല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അത് അവിടെ വരുമ്പോൾ കൊടുത്തോളാം ഞാൻ. ഇന്നിവിടേക്ക് ഒറ്റയ്ക്ക് വിട്ടതും പോരാ. എന്നിട്ട് പിന്നെ ജോണിച്ചോ, നിങ്ങളുടെ ഡ്രസ്സ് ഒരാൾക്കൂടെ കിടക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിലെനിക്ക് പുതപ്പിൻ്റെ ആവശ്യം വന്നില്ല. ഇത് മാത്രം മതിയായിരുന്നു. സോറി, ഇവിടെ തനിക്ക് പാകമാവുന്ന ഡ്രസ്സ് വേറൊന്നും ഉണ്ടായിരുന്നില്ല. അതാ. അത് കള്ളം. ഞാൻ കണ്ടല്ലോ എൻ്റെ അതേ സൈസിലുള്ള ഒരു ടീഷർട്ട്. അതെടുത്തുകൊണ്ടാണ് ജൂണിച്ചൻ ആദ്യം വന്നത്. പക്ഷേ പിന്നെ ജിയാണ് പെട്ടെന്ന് അത് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് വലിയ കമ്പിളി പുതപ്പ് പോലെ ഡ്രസ്സ് കൊണ്ട് തന്നു. എന്തിനാ ഞാനിത്തിരി ഹാൻഡ്സം വന്നത്? നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഇങ്ങോട്ട് എടുത്തോണ്ട് ഇത് ആ ചേപ്പിക്ക് കൊടുക്കാനാണോ? ഇതിലൊരു ഡ്രസ്സും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ചായ? ഞാൻ സമ്മതിക്കില്ല അതിന്. ജൂണിച്ചിന് ഏതെങ്കിലും ഡ്രസ്സ് കൊടുത്താൽ പോരെ? വേണ്ട, ഞാൻ എൻ്റെ ഏതെങ്കിലും ഡ്രസ്സ് കൊടുത്തോളൂ. ഓക്കെ, നീ കാമാവോ? അത് മറ്റൊന്നുമല്ല JP, അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ബാക്ക് സൈഡിൽ കീറിയിട്ടുണ്ടായിരുന്നു. അതാ, വേറൊന്നുമല്ല. കുക്കിങ്ങൊക്കെ വരുന്നവർക്ക് ഒന്നുമുണ്ട്. വരുന്നവർക്ക് നല്ലത് മാത്രമേ കൊടുക്കാവൂ. അതാ, വേറൊന്നുമല്ല. JP, നിങ്ങളിത് റെഡി ആയില്ലേ? നമുക്ക് പെട്ടെന്ന് ഓഫീസിലേക്ക് പോകണം. ഇന്ന് ഈവനിങ് മീറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതാ, നമുക്ക് ഒഫീഷ്യലി മെയിൽ വന്നിട്ടുണ്ട്. MKV ഗ്രൂപ്പ്സും അവിടെ ഉണ്ടാകുമെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. പിന്നെ TK ഗ്രൂപ്പ്സിൻ്റെ തന്നെ ആളായിട്ടുള്ള JP ഇവിടെ ഉള്ളതുകൊണ്ട് പകുതി കാര്യം നമ്മൾ പേടിക്കേണ്ട. ബട്ട് യു ഓൾ ഷുഡ് ബി കെയർഫുൾ. ആശ, എവറിത്തിങ് ഷുഡ് ബി പെർഫെക്റ്റ്. നോ മിസ്റ്റേക്സ് ലൈക്ക് ലാസ്റ്റ് ടൈം. ഓക്കെ? യെസ് മാം, ഒരു മിസ്റ്റേക്കില്ല, ഞാൻ നോക്കിക്കോളാം. ജിയോണ, ഡോണ്ട് വറി, ഹീസ് മൈൻ സോൾ. അവനെ ട്രസ്റ്റ് ചെയ്യാം.
വാക്ക് പറഞ്ഞ ചെറുക്കൻ വാക്ക് പാലിക്കുന്നവനാ. നിങ്ങൾക്ക് തരും ആ കോൺട്രാക്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അതിന് കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അപ്പം പറഞ്ഞാൽ ട്രസ്റ്റ്? ഇതുവരെ നേരിട്ട് പോലും കാണാത്ത ഒരാളെ ഞാൻ ട്രസ്റ്റ് ചെയ്യണമെന്നാണ് മിസ്റ്റർ JB പറയുന്നത്. വർഷങ്ങളോളം പരിചയമുള്ളവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമായത്. പിന്നെയാ ഞാൻ ഇതുവരെ മീറ്റ് ചെയ്യാത്ത ഒരുത്തനെ ഞാൻ ട്രസ്റ്റ് ചെയ്യണമെന്ന്. എനിത്തിങ് ഓക്കെ. എല്ലാവരും പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് പോവാം. നമുക്ക് പെട്ടെന്ന് ഓഫീസിലേക്ക് പോവാം. മുൻപരിചയം ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ ഒരു ദിവസം മുഴുവൻ ടിയോണ ഒരു റൂമിൽ കഴിഞ്ഞില്ലേ? അത് എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ്? എന്തായാലും എന്നോടുള്ള വിശ്വാസത്തിൻ്റെ പേരിലല്ല, സ്വയമുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ. അപ്പോൾ തനിക്ക് നിന്നോടും വിശ്വാസമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. തനിക്ക് തന്നോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. ദാറ്റ്സ് കൂൾ. അത് എന്ത് തരത്തിൽ ആണെങ്കിലും. ഇനി താൻ അത്രയ്ക്ക് ആഗ്രഹിച്ചതാണ് ഈ ഡീലെങ്കിൽ, ഈ ഡീലിൻ്റെ പുറത്ത് തനിക്ക് തന്നിൽ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഡീല് തനിക്ക് തന്നെ ആയിരിക്കുമോ? തനിക്ക് കിട്ടേണ്ടത് തനിക്ക് തന്നെ കിട്ടും. അതിനിപ്പോൾ സ്നേഹമാണെങ്കിൽ സ്നേഹം, വഞ്ചനയാണെങ്കിൽ വഞ്ചന. അയ്യോ, പറഞ്ഞു ടൈം പോയി. വേഗം 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 ജോണിച്ചാൽ വേഗം ചെന്ന് റെഡി ആയിട്ടോ. ഞാനും പെട്ടെന്ന് റെഡി ആയിട്ട് വരാം കേട്ടോ. ഇന്ന് ഈവനിങ് ആണ് പ്രസ് മീറ്റ്. TK ഗ്രൂപ്പ്സിലെ CEO, ദ റിയൽ CEOനെ നമുക്ക് നേരിട്ട് കാണാൻ ഒരു അവസരം നമ്മളവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീട്ടിൽ കുളമാക്കണം. എന്ത് വന്നാലും. അറിയാലോ പ്ലാൻ? നമുക്ക് എങ്ങനെ വന്നാലും വീട്ടിൽ കുളമാക്കണം. ആ TK ഗ്രൂപ്പിനെ CEO, അതിപ്പോൾ ഏതവനാണെങ്കിലും നമ്മുടെ ട്രിക്ക് വെച്ച് അവനെ പൂട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ചെയ്യണം, അവളെയും എൻ്റെ വരുത്തിക്കാക്കണം. ഓക്കെ എവരിവൺ, എല്ലാം സെറ്റല്ലേ? യെസ് മാം, എല്ലാം റെഡിയാണ്. വളരെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ TK ഗ്രൂപ്പിന് CEO ഇവിടെ എത്തും. ഓക്കെ, എവറിത്തിങ് ഷുഡ് ബി റെഡി. മീഡിയാസ് എല്ലാവരും പ്രസൻ്റ് ആണ്. സോ നമ്മുടെ ഭാഗത്ത് ഒരു ഫോൾട്ട് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഈ പ്രസ് മീറ്റിൽ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വരാൻ നോക്കണം. ഓക്കെ ആശ? യെസ് മാം. ഓഹോ, ഐ ക്യാൻ വെയിറ്റ്. ഈ കാലിന് ഇവിടെ പോയിരിക്കുക. ഓ, എന്താണ് എത്താത്തെ? കാർത്തികേ ഇപ്പോൾ വരുമെന്നല്ലോട് പറഞ്ഞേ. ഇവിടെ എന്നിട്ട് എന്താടോ തൻ്റെ എക്സൈറ്റ്മെന്റ് കണ്ട താൻ ജന്മങ്ങളായിട്ട് അവനെ കാത്തിരിക്കാൻ തോന്നുന്നല്ലോ. അത്രയ്ക്ക് ക്ലോസ് ആണോ നിങ്ങൾ? അതെന്താണെന്ന് ചോദിച്ചാ എനിക്ക് എന്താണെന്നറിയില്ല. അവൻ്റെ ആരൊക്കെയോ എൻ്റെ സോൾ, എൻ്റെ എല്ലാം. ഞങ്ങൾ അങ്ങനെ ഒരുപാട് പിരിഞ്ഞിരുന്നിട്ടില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാരണങ്ങളുണ്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. എന്നാൽ പോലും എല്ലാ ദിവസവും കോൾ ചെയ്യും, അത് നിർബന്ധം. ഇപ്പം അവനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ ഇവിടേക്ക് വന്നത്. എന്നിട്ട് പോലും അവനെ വിട്ട് ഇത്രയും ദിവസം ഇരുന്നപ്പോൾ ആകെ ഒരു വീർപ്പുമുട്ടല. എന്നവൻ വരുന്ന കേട്ടപ്പോൾ എന്തോ ഒരു ഭാരം ഒഴിഞ്ഞ പോലെ. വരട്ടെ, കൊടുക്കുന്നുണ്ട്, ഞാൻ നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ താനേ എന്നെ ജൂണിച്ചിനെ തന്നെ വിളിച്ചാൽ മതി കേട്ടോ. ജൂൺ സാർ അത് വേണ്ട, താൻ ജൂണിച്ചിനെ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ആരെയൊക്കെയോ ഓർക്കുന്ന പോലെ. ഇതാ വന്നല്ലോ. You're such a fucking hoe, I love it. I know you like it more, I love it. I'll fuck you when I love it. Try me, she's a whore. I know she like it for me, I'm a flyer like Aladdin on a pussy golden blessing. Why she did it? 'Cause she lying. What we do here is so discreet. Hey. ഇവനല്ലേ അന്ന് കോൾ വിളിച്ചത്, എല്ലാം കുളമാക്കിയത് ചുരത്തിന്. ഇതൊരു സന്തോഷം കണ്ടില്ലേ? ടെവിനെ, ടിമ്മി, യു ബ്ലഡി ടെവിൻ കിം, വന്നോടാ. ടിവി
കള്ളല്ലേ? This is not true. എന്നെ മിസ് ചെയ്തോടാ. പിന്നെ ഞാൻ ഒട്ടും മിസ് ചെയ്തില്ലടാ പിണ്ടി. ഞാനും ചെയ്തില്ലടാ. നാല് ആടാ. വാ വന്ന കാര്യത്തിലേക്ക് എടുക്കാം. ഇവിടെ നമ്മുടെ വിശേഷം പിന്നെ പറയാം. Then here meet Miss Giona Vincent. Hello. Nice to meet you. മാം എന്നെ നോക്കി നിൽക്കാം മാം. Yeah, nice to meet you. Mr. Sorry, ഞാൻ നെയിം ഓർക്കുന്നില്ല. Tevin Kim. ഒരു സൈഡ് തരും. ഷുറയും ഇങ്ങോട്ട് വാ. ഇവനെന്താ ഇവിടെ? Then let's start the meeting. Sure. Let's start the game all over. I mean meeting. Miss Giona Vincent. വരുന്നില്ലേ? യെസ്, വരണം. വന്നല്ലേ പറ്റൂ മിസ്റ്റർ ടെവിൻ കിം.